അർജുൻ ഏകദേശം ഒരു 74 മണിക്കൂറായി അദ്ദേഹം ലോറിയിൽ അവിടെ ഈ അപകടത്തിൽപ്പെട്ടിട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലോറിയുടെ GPS ലൊക്കേഷൻ കൃത്യമായി ഇപ്പോൾ രക്ഷാദൗത്യത്തിന് ഇറങ്ങിയവരെ അറിയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവിടെ മണ്ണ് മാറ്റിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ്. പക്ഷേ കനത്ത മഴയൊക്കെ പലപ്പോഴും വെല്ലുവിളിയാകുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ എളുപ്പത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു ഭൂപ്രകൃതിയുമല്ല. കാരണം അത്രയേറെ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും കൂടുതൽ മണ്ണിടിച്ചിലുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ വളരെ മന്ദഗതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. പിന്നീട് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന വാർത്തകളും സ്ഥിരീകരണമൊക്കെ വന്നപ്പോഴാണ് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ ഈ ഘട്ടത്തിലേക്ക് എത്തുന്നു. നാവികസേന വരുന്നു. നാവികസേന പുഴയിലുമൊക്കെ തിരച്ചിൽ നടത്തിയിട്ടാണ് നാവികസേനയും പറയുന്നത് മണ്ണിനടിയിൽ തന്നെ ആകാം ഈ ലോറി ഉള്ളത് എന്നതാണ്. അവിടെ അതിനുവേണ്ടിയുള്ള ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ടാണ് ആ സ്ഥലം ഇതാണെന്ന് ഉറപ്പുവരുത്തുകയും അവിടെ മണ്ണ് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്ത് ശ്രീധരൻ തുടരുന്നത്. ശ്രീധരൻ, ഏകദേശം ഒരു ചെറുകുന്നോളം തന്നെയാണ് അവിടെ മണ്ണ് മൂടിക്കിടക്കുന്നത്. അത് മാറ്റിയെടുക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. പ്രത്യേകിച്ചും ഈ മഴയൊക്കെ പെയ്ത് ആകെ പുതഞ്ഞു കിടക്കുന്നതാണ്. എത്ര മാത്രം ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്? നാവികസേനയുടെയൊക്കെ എത്ര വലിയ സംഘമുണ്ട് അവിടെയുണ്ട്? NDRFന് എത്ര വലിയ സംഘമുണ്ട്? ഈ ഒരു ഇരുൾ വീഴുന്നതിന് മുൻപ് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു വാർത്ത കിട്ടും എന്നൊരു തോന്നലുണ്ടോ? ആ തോന്നലിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതായത് ഈ ഇരുട്ട് വീഴുന്നതിന് മുൻപേ തന്നെ ഈ ലോറി കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷ തന്നെ രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നു. അതിന് പ്രധാനം ഈ പറയുന്ന സ്ഥലത്ത് GPS സിഗ്നൽ കാണിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ തിരഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് ഈ ലോറി കണ്ടെത്താനാകും. അതായത് ലോറി പുഴയിലല്ല, മണ്ണിനടിയിൽ തന്നെയാണ്. നേരത്തെ ദിവേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് മുകളിലേക്ക് ഏതാണ്ട് വലിയ കുന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപ്പോൾ അത്രത്തോളം ക്വാണ്ടിറ്റി മണ്ണ് അതിന് മുകളിലുണ്ടാവും. ഇതൊക്കെ മാറ്റിയ ശേഷം മാത്രമേ ലോറി കണ്ടെത്താനാവൂ. ഏതായാലും ഈ പ്രദേശത്ത് ലോറി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി മെറ്റൽ ഡിറ്റക്ടറുകൾ അവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഇടപെട്ട് നടത്തിയിരുന്നു. ഏതായാലും ആ മെറ്റൽ ഡിറ്റക്ടറുകൾ എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ആ പ്രദേശത്ത് ലോറി കണ്ടെത്താനാകും. ഇതുകൂടാതെ കൂടുതൽ സേനാംഗങ്ങൾ, അഗ്നിശമന സേനയുടെയൊക്കെ പരമാവധി ആളുകളെ തിരച്ചിലിന് വേണ്ടി അവിടേക്ക് കൊണ്ടുചെന്നെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ഏതായാലും ഈ റെഡ് അലർട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഭീഷണിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ മഴ കനത്താൽ ഒരുപക്ഷെ വീണ്ടും കുന്നിടിയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ തിരച്ചിലിനെ ദോഷകരമായി തന്നെ അല്ലെങ്കിൽ കൂടുതൽ ദുഷ്കരമാക്കുകയാണ് ചെയ്യുക. ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ മഴ തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ തോർന്നിട്ടില്ല. ഒരിടയ്ക്ക് ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്ന രീതിയിൽ തന്നെ ഈ മഴ പെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം നേരം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സ്ഥിതിയുമുണ്ടായി. അതിനുശേഷമാണ് ഈ മഴയൊന്ന് തോർന്നപ്പോഴാണ് നേവിയുടെ സംഘം ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തുകയും പുഴയിൽ ലോറിയില്ല എന്നുള്ള സ്ഥിരീകരണം വന്നത്. ഈ സ്ഥലം MLA അവിടേക്ക് എത്തിയിരുന്നു. ഈ സ്ഥലം MLAയോട് ഈ ബന്ധുക്കൾ, അതായത് ഈ കാണാനില്ലാത്ത ആളുകളുടെ ബന്ധുക്കൾ ഈ സ്ഥലം MLAയോട് തങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ കൂട്ടത്തിലാണ് ഈ ജിതിനും അർജുൻ്റെ ബന്ധു ജിതിനും MLAയോട് സംസാരിച്ചു എന്നാണ് നേരത്തെ നമ്മുടെ ലൈവിൽ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ഈ GPS ഉള്ള ഈ സ്ഥലത്ത്, GPS സിഗ്നൽ കാണിച്ച ഈ സ്ഥലത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാം തന്നെ കർണാടക സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അതിനൊക്കെ ഫലമായിട്ട് ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെയാണ് തിരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ഈ ഇരുൾ വീഴുന്നതിന് മുൻപേ തന്നെ അത് ഈ അർജുനെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ശ്രീധര, മറ്റ് കൂടുതൽ ആളുകളെ കാണാതായി എന്നുള്ള എന്തെങ്കിലും പരാതികൾ സമീപത്തെ പോലീസ് സ്റ്റേഷനിലോ മറ്റോ വന്നിട്ടുണ്ടോ? അതോ അർജുൻ്റെ ഈ ഇത് മാത്രമാണ് ഇങ്ങനെ ഒരു പരാതിയുടെ രൂപത്തിൽ അവിടെ എത്തിയിരിക്കുന്നത്? മറ്റാരെങ്കിലും ബന്ധുക്കളോ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റിവിടുന്നില്ല എന്നൊരു പരാതികളൊക്കെ ഉണ്ടായി. അത് സാധ്യവുമല്ല അല്ലേ? അങ്ങനെ മണ്ണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ തത്സമയം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മണ്ണിടിഞ്ഞ് വീഴുന്നതും കാണാം. അപ്പോൾ വലിയ പോലീസ് സന്നാഹവും ഒക്കെ അവിടെ ഉണ്ടോ, ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടാതെയും? പോലീസിന്റെ വലിയ സന്നാഹം അവിടെയുണ്ട്. ഈ പ്രദേശത്തേക്ക്, ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. അതിന് പ്രധാന കാരണം ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്
ഇന്ന് രാവിലെ ജിതിൻ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ച വിവരവും അത് തന്നെയാണ്. അവിടേക്ക് ആളുകളെ കടത്തിവിടാൻ പോലീസ് തയ്യാറാവുന്നില്ല. അതിനൊരു പ്രധാന കാരണം അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതുകൂടാതെ മറ്റൊരു ഫാമിലി കൂടി ഒരാളെ അന്വേഷിച്ച് അവിടെ വന്നിരുന്നു എന്ന് ഈ ജിതിൻ അർജുൻ്റെ ബന്ധുക്കൾ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരെ മാത്രമായിരിക്കും കാണാതായിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി 10 മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരു കുടുംബത്തിലെ 5 പേർ ഉൾപ്പെടെയായിരുന്നു ഈ 10 പേരെ കണ്ടെത്തിയത്. 2 ടാങ്കർ ലോറികൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. 2 ടൂ വീലറുകൾ കണ്ടെത്തിയിരുന്നു. ഒരു കാറ് കണ്ടെത്തിയിരുന്നു. ചായക്കടയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ മണ്ണിനടിയിൽ പോയിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ തിരച്ചിലൊക്കെ നടക്കുന്നത്. ഏതായാലും 10 ജീവനുകൾ പൊലിഞ്ഞു എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 2 പേരെ കൂടി കാണാനില്ല എന്നുള്ള വിവരം കൂടി വന്നിട്ടുണ്ട്. പോലീസിൽ ഇത് സംബന്ധിച്ച പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ തുടക്കത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ FIR ഇട്ടില്ല എന്നുള്ള പിന്നീട് വരാം.